ഇപ്പോൾ വരുന്ന ഏറ്റവും സുപ്രധാനമായിട്ടുള്ള വാർത്ത, വെടിനിർത്തൽ കരാർ പ്രാബല്യത്തിൽ വന്നുവെങ്കിലും ഇസ്രായേലും ഫലസ്തീനുമായിട്ടുള്ള യുദ്ധം നിലച്ചുവെങ്കിലും ഹിസ്ബുള്ള സന്തോഷം പ്രകടിപ്പിക്കുന്നില്ല എന്നുള്ളതാണ്. ഹിസ്ബുള്ള എന്ന് പറഞ്ഞ സംഘടനയുടെ ഒരു തലവൻ, ഒരു ഉന്നത കമാൻഡർ, ഹിസ്ബുള്ളയുടെ ഉന്നത കമാൻഡറായിട്ടുള്ള ഷെയ്ഖ് മുഹമ്മദ് അലി കൊല്ലപ്പെട്ടിരിക്കുന്നു എന്ന റിപ്പോർട്ടാണ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത്. ഹിസ്ബുള്ള വളരെ ഞെട്ടൽ രേഖപ്പെടുത്തിയിരിക്കുകയാണ് ഈ കാര്യത്തിൽ. കിഴക്കൻ ലെബനനിലെ ബെക്വ താഴ്വരയിൽ അജ്ഞാതരുടെ വെടിയേറ്റാണ് ഈ ഹിസ്ബുള്ള ഉന്നത കമാൻഡർ മരിച്ചിരിക്കുന്നത് എന്നാണ് ഇപ്പോൾ കിട്ടുന്ന റിപ്പോർട്ട്. എന്നാലും ആരാണ് അജ്ഞാതൻ എന്നുള്ള അന്വേഷണം ഇപ്പോൾ ലെബനൻ ആരംഭിച്ചു കഴിഞ്ഞു. ഇപ്പോൾ തന്നെ ഇസ്രായേലിന്റെ മേൽ അവർ സംശയം ആരോപിക്കുന്നുണ്ട്. ഇസ്രായേലാണ് ഈ പണി നടത്തിയത് എന്നാണ് ഇപ്പോൾ ഹിസ്ബുള്ള പ്രധാനമായും പറഞ്ഞിരിക്കുന്നത്. 6 തവണയാണ് ഇയാൾക്ക് വെടിയേറ്റത്. അടുത്തുള്ള ആശുപത്രിയിൽ ഉടനെ തന്നെ പ്രവേശിപ്പിച്ചുവെങ്കിലും ഇയാളുടെ ജീവൻ രക്ഷിക്കാൻ സാധിച്ചില്ല എന്നും ഇപ്പോൾ റിപ്പോർട്ടുകൾ പുറത്തു വരുന്നുണ്ട്. കുടുംബ വഴക്കാണ് പ്രധാനമായിട്ടും കാരണം എന്നാണ് കണ്ടു നിന്നവർ പറയുന്നത്. എന്നാൽ മറ്റു ചിലർ പറയുന്നത്, അതായത് കുടുംബത്തുള്ളവർ പറയുന്നത്, ഇതൊരു കെട്ടുകഥ മാത്രമാണ്, ഇയാളെ വെടിവെച്ചത് അജ്ഞാതനാണ്, എന്തിനാണ് വെടിവെച്ചത് എന്ന് അറിയില്ല എന്നാണ് പറയുന്നത്. ലെബനൻ അന്വേഷണം ആരംഭിച്ചിട്ടുണ്ട്. എന്തായിരുന്നാലും ഈ മരിച്ച ഈ ഉന്നത കമാൻഡറായിട്ടുള്ള ഷെയ്ഖ് മുഹമ്മദ് അലി, ഇയാൾ ആരാണ് എന്ന് ചോദിച്ചാൽ US-ന്റെ ഫെഡറൽ ഏജൻസി ആയിട്ടുള്ള FBI-യുടെ മോസ്റ്റ് വാണ്ടഡ് ടെററിസ്റ്റുകളിൽ, അതായത് ഏറ്റവും അധികം വേണ്ടപ്പെട്ട ഭീകരവാദികളുടെ ലിസ്റ്റിൽ ഉൾപ്പെട്ട ഒരു ഭീകരനാണ് ഈ മരിച്ച ഷെയ്ഖ് മുഹമ്മദ് അലി എന്ന് പറയുന്നത്. ഇയാൾ ഹിസ്ബുള്ളയുടെ ഉന്നത കമാൻഡറാണ്. അതുകൊണ്ടാണ് ഹിസ്ബുള്ള ഈ വിഷയത്തിൽ ഞെട്ടൽ രേഖപ്പെടുത്തിയത്. 153 യാത്രക്കാരുമായി ഏതൻസിൽ നിന്ന് റോമിലേക്ക് പോയ വിമാനമടക്കം റാഞ്ചുന്നതിൽ അമേരിക്ക നോട്ടമിട്ട ഒരു വമ്പൻ പ്രതിയാണ് ഇയാൾ. ഇസ്രായേലും ഇയാളെ നോട്ടമിട്ടിരുന്നു. വെടിനിർത്തൽ കരാർ ലംഘിച്ചു എന്നാണ് ഇപ്പോൾ ഇപ്പോൾ ഹിസ്ബുള്ള ആരോപിച്ചിരിക്കുന്നത്. ഈ വെടിനിർത്തൽ കരാർ ഹിസ്ബുള്ളയുമായും ഇസ്രായേൽ ഉണ്ടാക്കിയിരുന്നു. ആ കരാറിന്റെ നഗ്നമായ ലംഘനമാണ് ഇപ്പോൾ ഉണ്ടായിരിക്കുന്നത്. ഇസ്രായേൽ ഹിസ്ബുള്ള, അതായത് ലെബനനിൽ നിന്ന് സേനയെ പിൻവലിക്കണം, സേനയെ പിൻവലിക്കുക മാത്രം ചെയ്താൽ പോലെ ഞങ്ങൾക്ക് ഞങ്ങളുടെ സേനയെ വിന്യസിക്കാനുള്ള സൗകര്യം കൂടി ഇസ്രായേൽ ഉണ്ടാക്കി തരണം എന്നുള്ളതാണ് ആ കരാറിലുണ്ടായിരുന്നത്. കരാർ പ്രകാരം ജനുവരി 26-നകം തെക്കൻ ലെബനനിൽ നിന്ന് ഇസ്രായേൽ സൈന്യത്തെ പിൻവലിക്കണം എന്നായിരുന്നു. ഹിസ്ബുള്ളയ്ക്ക് ഇസ്രായേൽ അതിർത്തിയിൽ നിന്ന് ലിതാനി നദിയുടെ വടക്ക് ഭാഗത്തേക്ക് പിൻവാങ്ങേണ്ടി വരും. തെക്കൻ ലെബനനിൽ നിന്ന് ഇസ്രായേൽ സൈന്യം പിൻവാങ്ങിയാലുടൻ ലെബനൻ സൈന്യം ഈ ഇസ്രായേൽ സൈന്യം പിൻവാങ്ങിയ തെക്കൻ ലെബനൻ പ്രദേശങ്ങളിലേക്ക് തങ്ങളുടെ സൈന്യത്തെ വിന്യസിക്കാനുള്ള ഒരു പരിപാടിയാണ് അവർ നേരത്തെ തന്നെ പ്ലാൻ ചെയ്തിരുന്നത്. ആയിരക്കണക്കിന് സൈനികരെയാണ് അവർ വിന്യസിക്കാനിരുന്നത്. ഇതോടൊപ്പം തെക്കൻ ലെബനനിൽ ഇതുവരെയുള്ള നിലവിലുള്ള ഐക്യരാഷ്ട്രസഭയുടെ നിരീക്ഷണ സേനയെയും ലെബനൻ സൈന്യം വിന്യസിക്കും എന്നുള്ളതാണ് മനസ്സിലാക്കാനായിട്ട് സാധിച്ചത്. അതാണ് കരാർ പ്രകാരം ഉള്ളത്. ഇപ്പോൾ ഹിസ്ബുള്ള നേതാവിൻ്റെ ഈ കൊലപാതകത്തിന് ശേഷം ഈ തെക്കൻ ലെബനനിൽ നിന്ന് ഇസ്രായേൽ പിൻവാങ്ങുമോ ഇല്ലയോ എന്നുള്ള കാര്യത്തിൽ ഒരു ആശയക്കുഴപ്പം ഇപ്പോൾ ഉയർന്നു വന്നിരിക്കുകയാണ്. കാരണം തെക്കൻ ലെബനൻ എന്ന് പറയുന്ന പ്രദേശം നേരത്തെ ഒരു ജൂത സെറ്റിൽമെന്റ് ആയിരുന്നു എന്നുള്ള റിപ്പോർട്ടുകൾ ഉണ്ടായിരുന്നു. അവിടെ നിന്നും അവരെ ഒഴിപ്പിച്ച ശേഷമാണ് ഇവർ അവിടേക്ക് കുടിയേറിയത്. അവിടെ ജൂതന്മാരെ പാർപ്പിക്കുക എന്നുള്ളത് ഇസ്രായേലിന്റെ എക്കാലത്തെയും ഒരു സ്വപ്നമായിരുന്നു എന്നുള്ളത് പല റിപ്പോർട്ടുകളും സൂചിപ്പിക്കുന്നതാണ്. അതുകൊണ്ട് തന്നെ തെക്കൻ ലെബനനിൽ ഇസ്രായേൽ ഒഴിപ്പിച്ചെടുത്ത് അവിടെയുള്ള ജനങ്ങളെല്ലാം പുറത്താക്കി ലെബനനുള്ളിലേക്ക് കയറ്റി അവിടെ ജൂത കോളനിയാക്കാനുള്ള നീക്കമാണ് നടത്തുന്നത് എന്ന് ഇസ്രായേലും ഫലസ്തീനുമായിട്ടുള്ള യുദ്ധം നടക്കുമ്പോൾ തന്നെ പല വിദേശകാര്യ നിരീക്ഷകരും പറഞ്ഞിരുന്ന സംഭവമാണ്. ഈ ഒരു ഘട്ടത്തിൽ ഈ കരാർ എങ്ങനെ മുന്നോട്ട് പോകും എന്നുള്ളതാണ് എല്ലാവരും നോക്കിക്കാണുന്നത്. ന്യൂസ് ഡെസ്ക്, ന്യൂസ് ഇന്ത്യ മലയാളം.